നമസ്കാരം. ഇന്ന് നമുക്കൊരു വെറൈറ്റി ചിക്കൻ കറി പിടിച്ചാലോ? ട്രഡീഷണൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ്, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇവനാണ് നമ്മുടെ ഇന്നത്തെ താരം. കറിവേപ്പില കോഴിക്ക് വേണ്ട സ്പെഷ്യൽ മസാല തയ്യാറാക്കാം. ആദ്യം തന്നെ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 10 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നീളത്തിൽ അരിഞ്ഞ് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒരു ഹാൻഡ്ഫുൾ കറിവേപ്പില കഴുകി വൃത്തിയാക്കിയതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള 2 പച്ചമുളകും കൂടെ അതിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അതേ പാനിൽ തന്നെ ബാക്കി വന്ന ഓയിലിലോട്ട് ഒരു 4 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി സ്വല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ചെറിയ തീയിൽ അടച്ച് വെച്ച് ഈ സവാളയൊന്ന് വാട്ടിയെടുക്കാം. ഇനി മുമ്പേ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കറിവേപ്പില മിക്സ് ഒട്ടും വെള്ളം ചേർക്കാതെ ഇതേപോലെ അരച്ചെടുക്കാം. നെക്സ്റ്റ് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. സ്വല്പം കുരുമുളക് പൊടി, ഒരു ചെറിയ സ്പൂൺ കാശ്മീരി ചില്ലി, ലേശം കൂടി ഉപ്പ് നോക്കി ചേർക്കണം. ഇന്നത്തെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കറിവേപ്പില മിക്സും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. മിനിമം ഒരു 15 മിനിറ്റെങ്കിലും ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നന്നായിട്ട് വാടി തുടങ്ങിയ സവാളയിലേക്ക് ഒരു 2 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി സ്ലൈസ് ആക്കിയതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതേസമയം മറ്റൊരു പാൻ എടുത്തിട്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോ പീസായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഷാളോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നന്നായി വഴണ്ട് തുടങ്ങിയ സവാളയിലേക്ക് നമുക്ക് 2 സ്പൂൺ മല്ലിപ്പൊടിയും 2 ചെറിയ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചിക്കൻ മറിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും ഒരേപോലെ ഷാളോ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ മസാലയൊക്കെ നന്നായിട്ട് വഴറ്റി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇപ്പോൾ നമ്മൾ ഹാഫ് കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ആഡ് ചെയ്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ചിക്കനിൽ നിന്നുള്ള ജ്യൂസ് അല്ലാതെ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല ഇതിൽ. ഇനി ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടിയും അതേപോലെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ വേപ്പിലക്കോഴി റെഡിയായേ. ഫ്രൈ ചെയ്ത കറിവേപ്പില മസാലയുടെ ആ മണം ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി വേപ്പിലക്കോഴി റെഡി. ഉഗ്രൻ കറിയാണ്, ഞാൻ വെറുതെ പറയല്ല. നമ്മൾ ആവശ്യമില്ലാത്ത മസാല ഒന്നും ഉപയോഗിച്ചിട്ടില്ല, ഓയിൽ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം നല്ല ഹെൽത്തിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. ബൈ.